ഒരു കാലഘട്ടം മുഴുവൻ തേറമ്പിൽ രാമകൃഷ്ണൻ, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു. അത്ര കോൺഗ്രസിൻ്റെ തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹം സ്പീക്കറൊക്കെ ആയിരുന്നു. അദ്ദേഹം 91, 96, 2001, 2006, 2011 വർഷങ്ങൾ വരെ തേറമ്പിൽ രാമകൃഷ്ണൻ ഒരു വിളയാട്ടമായിരുന്നു ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ. അതിന് മുമ്പ് ജയിച്ചിട്ടുണ്ട്, 82 ജയിച്ചിട്ടുണ്ട്. 1980 MK കണ്ണനാണ് ജയിച്ചത് CPM-ൻ്റെ. 80 മുതൽ ഇങ്ങോട്ട് എടുത്താൽ തേറമ്പിൽ ഒരു EK മേനോനും 1987 CPM-ൻ്റെ EK മേനോനും അതുപോലെ തന്നെ MK കണ്ണനും 80 ജയിച്ചതൊഴിച്ചാൽ നിരന്തരമായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നത് CPM-ൻ്റെ കോൺഗ്രസിൻ്റെ തേറമ്പിൽ രാമകൃഷ്ണനാണ്. എന്നാൽ അതിനൊരു മാറ്റം വരുത്തിയത് 2016 സുനിൽകുമാർ മത്സരിച്ചു. സുനിൽകുമാർ ജയിച്ചു. 2021 ബാലചന്ദ്രൻ, CPI-യിലെ തന്നെ ബാലചന്ദ്രനാണ് പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ചത്. എന്നാൽ അതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായി ഇപ്രാവശ്യം പത്മജ വേണുഗോപാൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സുനിൽകുമാർ ആണോ അവിടെ വരാൻ? കാരണം അവർ എല്ലാ സീറ്റും പിടിക്കണമെന്ന് പറഞ്ഞ് CPM നടക്കുകയാണ്. അതുകൊണ്ട് സുനിൽകുമാറാണ് അവിടെ പാർലമെന്റിൽ മത്സരിച്ച് സുരേഷ് ഗോപിയോട് തോറ്റത്. അതുകൊണ്ട് സുനിൽകുമാർ തൃശ്ശൂർ വന്ന് നിൽക്കുമോ, അതോ അനിൽ അക്കരെ വരാൻ സാധ്യതയുണ്ടോ? അതിനും അപ്പുറം പിന്നെ അതിന് ഏറ്റവും പ്രധാനമായി കേൾക്കുന്ന ഒരു പേര് സന്ദീപ് വാര്യരുടെ പേരാണ്. സന്ദീപ് വാര്യരും പത്മജയും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കാൻ BJPക്ക് വേണ്ടി സന്ദീപ് വാര്യരും കോൺഗ്രസിന് വേണ്ടി പത്മജ വേണുഗോപാലും വരേണ്ടിയിരുന്നതാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാവ്യനീതി പോലെ തിരിഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പത്മജ വേണുഗോപാൽ BJPക്ക് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ അവർ തമ്മിൽ ചെറിയ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തർക്കവും നടന്നിട്ടുണ്ട്. പത്മജ വേണുഗോപാലിൻ്റെ ഈ പിന്നെ പാർട്ടി മാറ്റത്തെക്കുറിച്ച് വ്യക്തിപരമായി പോലും രാഹുൽ മാങ്കുട്ടത്തിനും സന്ദീപ് വാര്യരും ഒക്കെ ചില ആക്ഷേപങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഈ സന്ദീപ് വാര്യരെ കുറിച്ച് സന്ദീപ് വാര്യർ ഈ ചാനൽ വഴി കയറി വന്ന ആളാണെന്നൊക്കെ ഉള്ള ഒരു ആക്ഷേപം പത്മജ വേണുഗോപാൽ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. സന്ദീപ് വാര്യർ വളരെ ചെറിയ പ്രായം മുതൽ യുവമോർച്ച അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ വീവേഴ്സ്, ഈ കൈത്തറിക്കാരുടെ ദേശീയ സംഘടനയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. നിരവധി കേസുകളിൽ, ശബരിമല കേസിലൊക്കെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. നല്ല പ്രാസംഗികനാണ്, പാനലിസ്റ്റാണ്, ചാനലുകളിൽ വരുന്ന വളരെയധികം കഴിവുള്ള വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ എന്നറിയില്ല. സീറ്റ് കിട്ടാനാണെങ്കിൽ തൃശ്ശൂരിലാണ് ഒരു സീറ്റ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യതയുള്ളത് തവന്നൂരിലെ ഒരു സാധ്യത നമുക്ക് നോക്കേണ്ടതാണ്. കാരണം ഇപ്രാവശ്യം തവന്നൂരിൽ UDF ആണ് എല്ലാ പഞ്ചായത്തുകളും പിടിച്ചിരിക്കുന്നത്. മിക്ക പഞ്ചായത്തുകളും UDFൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മുടെ ജലീൽ അവിടെ മത്സരിക്കുന്നില്ല. KT ജലീലാണ്. അത് ഒരു ലീഗ് മണ്ഡലമായിരുന്നു. ലീഗ് മണ്ഡലത്തെ പിടിച്ചത് ജലീലിനെ വെച്ചാണ് പിടിച്ചത്. പക്ഷേ അത് ജലീൽ ലീഗിലൊക്കെ നിന്ന് SDP-യിലും ലീഗിലൊക്കെ നിന്ന ആളാണല്ലോ, NDF-ലൊക്കെ നിന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റുന്ന ഒരാളിനെ സ്വതന്ത്രമായി നിർത്തിയാണ് അവർ പിടിച്ചത്. പിന്നെ പാർട്ടി സീറ്റിലൊക്കെ മത്സരിച്ചു. അവിടെ 50%-ലധികം ഹിന്ദു വോട്ടുള്ള സ്ഥലമാണ് തവന്നൂർ എന്ന് പറയുന്ന സ്ഥലം. മലപ്പുറത്താണെങ്കിലും അവിടെ 3-4 ആയിരുന്നു. 7 പഞ്ചായത്തിൽ 3-4 ആയിരുന്നു LDF UDF. പക്ഷേ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളും UDFൻ്റെ മെജോറിറ്റി പഞ്ചായത്തുകളും UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ അവിടെയാണോ ഇനി സന്ദീപ് വാര്യർ മത്സരിക്കുക എന്നറിയില്ല. എന്തായാലും സന്ദീപ് വാര്യർക്ക് സീറ്റുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ സീറ്റുണ്ടെങ്കിൽ ഒന്നുകിൽ തവന്നൂരായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കും. തൃശ്ശൂരിലാണെങ്കിൽ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ ആയിരിക്കാം സാധ്യതയുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയായി. അങ്ങനെയാണെങ്കിൽ വളരെ ഹോട്ട് മത്സരം നടക്കാൻ, നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം പത്മജ വേണുഗോപാൽ അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അതിലുപരിയായി കരുണാകരൻ്റെ മകളാണ്, ലീഡറിൻ്റെ മകളാണ്, BJPയുടെ ശക്തിയായ വക്താവാണ്. അപ്പോൾ ആ നിലയിൽ ഇവിടെ പത്മജ വേണുഗോപാൽ മത്സരിച്ചാൽ അവിടെ മത്സരം നല്ല കടുത്ത മത്സരമായിരിക്കും നടക്കുക. സന്ദീപ് വാര്യർ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയും. വനിത എന്നുള്ള നിലയിൽ, ലീഡറുടെ മകൾ എന്ന നിലയിൽ, കോൺഗ്രസിൽ ദീർഘകാലം നിന്ന വ്യക്തി എന്നുള്ള നിലയിൽ പത്മജ വേണുഗോപാലും മോശമല്ല. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അവർ അമിത്ഷായൊക്കെ നേരിട്ട് പോയി കണ്ടിരുന്നു. അപ്പോൾ അവർക്ക് വലിയ പൊസിഷൻ കിട്ടുമെന്നാണ് ഇതിനകം അറിഞ്ഞത്. അത് ഇപ്പോൾ തൽക്കാലം ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരെ MLA ആയി മത്സരിപ്പിക്കുമോ? ഇനി അവർ തൃശ്ശൂർ വിട്ട് ഇനി തിരുവനന്തപുരത്ത് അങ്ങനെ വരുമോ? അതിനുള്ള സാധ്യത കാണുന്നില്ല. തൃശ്ശൂർ തന്നെ ആയിരിക്കാം പത്മജ വേണുഗോപാൽ. അപ്പോൾ പത്മജ വേണുഗോപാൽ വേഴ്സസ് സന്ദീപ് വാര്യർ എന്നുള്ളതായിരിക്കാം പുതിയ ഫോർമുല. അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലാണോ മത്സരിക്കുക? തവന്നൂർ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സാധ്യതയുള്ള പ്രദേശമാണ്. അവിടെ ഹിന്ദുക്കൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള 50% കൂടുതൽ ഹിന്ദുക്കളുണ്ട്. അതുമാത്രമല്ല പൊന്നാനി പ്രദേശത്ത് ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. അവിടെ CPM-ൻ്റെ ശ്രീരാമകൃഷ്ണനൊക്കെ ജയിച്ച് പൊന്നാനി എന്ന് പറയുന്നത്
മലപ്പുറത്ത് തന്നെ മുസ്ലിം ബെൽറ്റ് ആണ് ഇതെങ്കിലും പൊന്നാനി തവന്നൂർ ഭാഗങ്ങളൊക്കെ പൊന്നാനിയുടെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് തവന്നൂർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തവന്നൂർ പൊന്നാനി ഭാഗങ്ങളിലൊക്കെ ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്, CPM ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, ലീഗ് അല്ലാത്തവരെല്ലാം പല കാലഘട്ടത്തിൽ ജയിച്ചിട്ടുണ്ട്. അവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ട് ഈ പൊന്നാനിയിൽ സ്ഥിരമായി ജയിക്കുന്നത് നമ്മുടെ അതുപോലെ പെരിന്തൽമണ്ണ ശശികുമാർ ജയിച്ചിട്ടുണ്ട്, പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഹിന്ദു ആളുകളും അവിടെ ധാരാളമായി ജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യർ തവന്നൂർ മത്സരിച്ചാലും ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ല ഇത് തൃശ്ശൂറാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഈ നമ്മുടെ പത്മജ വേണുഗോപാലായിട്ട് നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി അടുത്ത് പാലക്കാടേക്ക് പോകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പാലക്കാട് സന്ദീപ് വാര്യർ മത്സരിച്ചാൽ എങ്ങനെ വരും ഇരിക്കുന്നറിയില്ല. കാരണം അവിടെ അതിശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം BJPക്കകത്തുണ്ട്. അത് ഒരുപക്ഷെ ഈ സന്ദീപ് വാര്യരെ തോൽപ്പിക്കുന്നതിൻ്റെ ഘടകങ്ങളായി BJP അല്ലെങ്കിൽ പോലും അദ്ദേഹം BJPയിൽ നിന്ന് പോയി കോൺഗ്രസ്സിലാണെങ്കിൽ പോലും പല ഇക്വേഷൻസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യക്തിപരമായ ഇക്വേഷൻസൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. കൃഷ്ണകുമാറുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലും കൃഷ്ണകുമാർ ഒതുക്കി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലുമൊക്കെയാണ് സന്ദീപ് വാര്യർ ഇതിൽ നിന്ന് മതിയാക്കിപ്പോയത്. 6-7 വർഷം സന്ദീപ് വാര്യർക്ക് ഒരു പൊസിഷനും കിട്ടാതെ നിന്നു. ഒരു വല്ലാത്ത പൊസിഷനിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോകുന്നത്. എന്നാൽ അവർ സെക്രട്ടറിയൊക്കെ ആക്കി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഒരുപക്ഷെ തൃശ്ശൂരോ തവന്നൂരോ നിന്നിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിലെ മത്സരത്തെയാണ് ഏറ്റവും കടുത്ത മത്സരമായി വരാൻ, തൃശ്ശൂരാണ് മത്സരിക്കുന്നതെങ്കിൽ കടുത്ത മത്സരമായി വരാൻ സാധ്യതയുണ്ട്. അവിടെ പത്മജ വേണുഗോപാലിനോടൊപ്പമാണ് വരാനുള്ള സാധ്യത കാണുന്നത്. ഇനി പത്മജ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമോ പാലക്കാടേക്ക് പോകുമോ? കാര്യം പാലക്കാട് തൃശ്ശൂർ മേഖലയെല്ലാം പത്മജയ്ക്കും സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. കാരണം അവരുടെ ഒരു തട്ടകമാണ് തൃശ്ശൂർ പാലക്കാട് പ്രദേശങ്ങളൊക്കെ. എന്തായാലും തൃശ്ശൂർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അവിടെ സുനിൽകുമാറാണോ ഇനി അനിലക്കരയാണോ? അനിലക്കരയും സുനിൽകുമാറാണെങ്കിൽ CPIയുടെ ആണ്, അത് വരാൻ സാധ്യതയുണ്ട്. ഇനി അനിലക്കര ഇവിടെ തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ സന്ദീപ് വാര്യർ തവന്നൂരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വളരെ വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ആരവം വന്നു കഴിഞ്ഞു. സന്ദീപ് വാര്യർക്കും സീറ്റുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ മണ്ഡലവും എടുത്ത് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഓരോ ജില്ലകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് ഒരു സെഗ്മെൻ്റായിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുന്ന ദിവസങ്ങളിൽ പോകുന്നതാണ്. നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എങ്ങനെ മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.